ഗാസയിലേക്ക് സൈന്യത്തെ അയക്കാൻ തയ്യാറെന്ന് പാക് മന്ത്രി. ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാറാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. അന്താരാഷ്ട്ര സമാധാന പാലനത്തിന്റെ ഭാഗമായിട്ടാണ് സേനയെ അയക്കുന്നത്. അതേസമയം ഹമാസിനെ നിരായുധീകരിക്കുന്ന പ്രക്രിയയിൽ ഭാഗമാകില്ലെന്നും ഉപപ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രയേലും അമേരിക്കയുമായി അടുക്കാനുള്ള നീക്കങ്ങൾ ശക്തമായി പാകിസ്ഥാനിൽ തുടരുകയുമാണ്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് നമുക്കൊപ്പം ചേരുകയാണ്. ഐസൻ, ഗാസയിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള പാക് മന്ത്രിയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ എന്താണ്? രാഖി, ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന രീതിയിൽ, അതായത് നമുക്കറിയാവുന്നതാണ്, നിലവിൽ ഗാസയിൽ നിലനിൽക്കുന്ന ഒരു സമാധാന ധാരണയുടെ ഭാഗമായി ഒരു സ്ഥിരതാ സേനയുടെ സംവിധാനം ഒരുക്കേണ്ടതുണ്ട് എന്നൊരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണയുടെ ഭാഗമായാണ് പ്രധാനമായും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ മുസ്ലിം മെജോറിറ്റി കൺട്രികളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള സൈനിക വിഭാഗങ്ങളെ വിന്യസിക്കുക, ഇസ്രായേലും അതിൻ്റെ ഭാഗമാവുക എന്ന ഒരു നീക്കമാണുള്ളത്. സ്വാഭാവികമായും അതിൻ്റെ നേതൃനിരയിൽ ഇസ്രായേൽ തന്നെയാണ് വരിക എങ്കിൽ കൂടി മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ, വിവിധ രാജ്യങ്ങളെല്ലാം തന്നെ പ്രധാനമായും ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ മുസ്ലിം മെജോറിറ്റിയുള്ള രാജ്യങ്ങളായി മാറണം എന്നൊരു തീരുമാനം, തത്വത്തിലൊരു തീരുമാനമുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് പാകിസ്ഥാനിൽ നിന്നും ഇത്തരത്തിലുള്ള സൈനിക വിഭാഗങ്ങളെ ഗാസയിൽ വിന്യസിക്കുന്നത് സംബന്ധിച്ച ചില തീരുമാനങ്ങളുണ്ടായത്. അതിന് തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അതിനെ മറ്റൊരു ചില ആഘാതങ്ങൾ കൂടിയുണ്ട്. ഈ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൻ്റെ അസൈൻമെൻറ്റിൽ പ്രധാനമായും പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ദൗത്യങ്ങളിൽ പ്രധാനമായും പറയുന്നത്, ഹമാസിനെ നിരായുധീകരിക്കുക എന്നതാണ്. അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക നീക്കം ഹിസ്ബുള്ളയെ നിരായുധീകരിച്ച നീക്കം ലെബനനിൽ നടന്നിരുന്നു. സമാന രീതിയിൽ ഹിസ്ബുള്ളയെ നിരായുധീകരിച്ചതുപോലെ ഹമാസിനെയും നിരായുധീകരിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകണം. സ്വാഭാവികമായും സമാധാന പുനഃസ്ഥാപനവും പുനർനിർമ്മാണം നടക്കുമ്പോഴുള്ള ലോ ആൻഡ് ഓർഡർ മാനേജ്മെൻറ്റും എല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ സൈനിക വിഭാഗങ്ങളെ വിന്യസിക്കുകയാണെങ്കിൽ ആ സൈനിക വിഭാഗങ്ങൾ ഹമാസിനെ നിരായുധീകരിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാകില്ല. അത് തങ്ങളുടെ ഉത്തരവാദിത്തമല്ല, അക്കാര്യത്തിലല്ല ചില ഇടപെടലുകൾ നടത്തുന്നതെന്നും ഇഷാഖ് ദാർ പറയുന്നുണ്ട്. ഇവിടെയാണ് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും മറ്റു ചില സൂചനകൾ ലഭ്യമാകുന്നത്, ഇവർക്ക് അത്തരം ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നതിന് പകരം മറ്റു സമാധാന പുനഃസ്ഥാപനത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ജനങ്ങളുമായി ഇടപെടുന്ന സൈനിക വിഭാഗങ്ങളെയും ഏൽപ്പിക്കുക എന്ന ചില നിലപാടുകൾ കൂടിയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഹമാസിനെ നിരായുധീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോഴും ഇസ്രയേലും അമേരിക്കയുമായി കൂടുതൽ അടുക്കുകയും അവരുമായി കൂടുതൽ സ്വാധീനത്തിലേക്ക് നീങ്ങുകയും ചെയ്യുക എന്നൊരു തന്ത്രപരമായൊരു നീക്കവും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത്തരത്തിലൊരു മറുപടിയാണ് ഇപ്പോൾ ഇഷാഖ് ദാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്.